ശമ്പളത്തിന് പിന്നാലെ PSC അംഗങ്ങളുടെ പെൻഷനും വർദ്ധിപ്പിച്ച് സർക്കാർ സർവീസിലുണ്ടായിരുന്ന PSC അംഗങ്ങൾക്കും ചെയർമാൻമാർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. കോടതി നിർദ്ദേശം അംഗീകരിച്ചാണ് സർക്കാർ നടപടി. ഉത്തരവിന്റെയും മന്ത്രിസഭ അംഗീകരിച്ച കുറിപ്പിന്റെയും പകർപ്പ് 24-ന് ലഭിച്ചു. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷാണ് ഈ വാർത്ത ഇന്ന് ആദ്യം തന്നെ പുറം ലോകത്തെ അറിയിച്ചത്. അതായത് പെൻഷൻ PSC അംഗങ്ങളായിരിക്കെ അല്ലെങ്കിൽ ചെയർമാൻ ആയിരിക്കെ ഉള്ളത് കൂടാതെ അവർ സർക്കാർ സർവീസിലിരുന്ന സമയത്തെ പെൻഷൻ, അങ്ങനെ രണ്ട് തരം പെൻഷൻ വലിയൊരു തുക അവർക്ക് ലഭിക്കാൻ പോകുന്നു. അത് കോടതി നിർദ്ദേശത്തെ തുടർന്ന് സർക്കാരിന് അത് അംഗീകരിക്കേണ്ടി വന്നു എന്ന നിലയ്ക്കാണോ? നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അനുജ, പൂർണ്ണമായി കോടതി നിർദ്ദേശത്തെ തുടർന്നല്ല നടപ്പാക്കിയിരിക്കുന്നത്. ഇത് ഇപ്രകാരമാണ്. അതായത് നേരത്തെ, അതായത് മുൻകാലങ്ങളിൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്നവർക്ക് തുടർന്ന് PSC അംഗമായി കഴിഞ്ഞാൽ ദീർഘകാലം സർക്കാർ സർവീസിലുള്ള ഒരാൾക്ക് സർവീസ് പെൻഷൻ PSC പെൻഷൻ ലഭിക്കുന്നതിനേക്കാൾ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടെ PSC അംഗങ്ങളുടെ പെൻഷൻ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. ശമ്പളം വർദ്ധിപ്പിക്കുന്നതിന് ആനുപാതികമായി തന്നെ പെൻഷനും വർദ്ധിക്കാറുണ്ട്. ഈ രീതിയിൽ വർദ്ധിപ്പിച്ചപ്പോൾ സർവീസ് പെൻഷൻ, അതായത് ഉയർന്ന പോസ്റ്റിൽ ഒരുപക്ഷെ 30 വർഷം സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സർവീസ് പെൻഷനായി ലഭിക്കുന്നതിനേക്കാൾ വലിയൊരു തുക 6 വർഷം പെൻഷൻ PSC അംഗമായിരുന്നവർക്ക് ലഭിച്ചു തുടങ്ങി. ഈ സാഹചര്യത്തിൽ വിരമിച്ച മുൻ അംഗങ്ങളായ 3 പേർ ആദ്യം സർക്കാരിന് അപേക്ഷ നൽകി തങ്ങളുടെ പെൻഷൻ PSC പെൻഷനാക്കി മാറ്റി നൽകണം. സർവീസ് പെൻഷൻ, അതായത് PSC അംഗമായി സർവീസിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ 6 മാസത്തിനകം ഇതിൽ ഏത് പെൻഷൻ വേണമെന്ന് ഓപ്റ്റ് ചെയ്ത് സർക്കാരിനെ അറിയിക്കണം. അത്തരത്തിൽ മുൻപ് ഇവർ PSC അംഗമായി സർവീസിൽ കയറിയപ്പോൾ തങ്ങൾക്ക് സർവീസ് പെൻഷൻ, അതായത് സർക്കാർ ജോലിയിൽ ഇരുന്നപ്പോഴുള്ള പെൻഷൻ തന്നാൽ മതി എന്ന് സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് PSC അംഗങ്ങളുടെ പെൻഷൻ കൂടിയ സാഹചര്യത്തിൽ തങ്ങൾക്ക് പഴയ പെൻഷൻ ഒഴിവാക്കി പകരം PSC അംഗങ്ങളുടെ പെൻഷൻ നൽകണമെന്ന ആവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചു. എന്നാൽ സർക്കാർ ആദ്യം ഇത് അംഗീകരിച്ചില്ല. തുടർന്ന് ഇവർ കോടതിയിൽ സമീപിച്ചു. കോടതിയിൽ സമീപിച്ചപ്പോൾ ഉചിതമായ തീരുമാനം സർക്കാരിന് എടുക്കാമെന്നുള്ള നിർദ്ദേശവും മുൻപ് ഇതുപോലെ നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കോടതി സർക്കാരിനെ തിരിച്ചറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അപ്പീൽ പോകേണ്ടതില്ല, പകരം ഈ തീരുമാനം ഇവരുടെ ആവശ്യം നടപ്പാക്കി കൊടുക്കാം എന്നുള്ള ധാരണയിലേക്ക് എത്തി. പക്ഷേ ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്ന ഉത്തരവാണ് വിചിത്രമായിരിക്കുന്നത്. അതായത് ഒന്നുകിൽ ഇവർക്ക് PSC പെൻഷനാക്കി മാറ്റി നൽകിയാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇവർ എത്ര കാലം, അതായത് ഒരു സർക്കാർ ജീവനക്കാരൻ PSC അംഗമായി കഴിഞ്ഞാൽ എത്ര കാലം സർക്കാർ സർവീസിൽ ഉണ്ടാകുമോ ആ സർവീസ് കാലഘട്ടവും അതിനുശേഷം PSC അംഗമായിരിക്കുന്ന കാലഘട്ടവും കൂടി കണക്കാക്കി രണ്ടും ചേർത്ത് ഒരൊറ്റ പെൻഷൻ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ 2 മാസം മുൻപാണ് PSC അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. ഏകദേശം 4 ലക്ഷത്തോളം രൂപ അവർക്കിപ്പോൾ ശമ്പളം എല്ലാം കൂടി ലഭിക്കുന്നുണ്ട്. ആനുപാതികമായി പെൻഷൻ ഏകദേശം 2 ലക്ഷത്തോളം രൂപ ഇപ്പോൾ അംഗങ്ങൾക്ക് ലഭിക്കും. പുതിയ തീരുമാനം കൂടി വന്നപ്പോൾ സർക്കാർ സർവീസിലുള്ളവർക്ക് വലിയ രീതിയിലുള്ള പെൻഷനായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അനുജ, അതാണ് ശമ്പളത്തിന് പിന്നാലെ PSC അംഗങ്ങളുടെ പെൻഷനും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സർക്കാർ. ഇതിന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടാകും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സമയത്താണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം.